കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ അതേ ചൈതന്യത്തോടെ ഭദ്രകാളി കുടികൊള്ളുന്ന ഒരു ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. കിഴക്കൊമ്പുകാവ് ഭദ്രകാളി ക്ഷേത്രം. ഇത് കൂത്താട്ടുകുളത്ത് നിന്നും 2 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് റീലുകളിലൂടെയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കാരണം ഈ ക്ഷേത്രത്തിൽ എപ്പോഴും മഴ പെയ്യുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള തോട് നിറഞ്ഞൊഴുകുകയും ആ തോട്ടിലെ വെള്ളം ഈ ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രത്തിനുള്ളിലും ചുറ്റമ്പലത്തിലും എല്ലാം വെള്ളം കൊണ്ട് നിറയുകയും ചെയ്യും. അപ്പം അത്രയ്ക്ക് പ്രകൃതിയോട് ഇണങ്ങി ഉള്ളൊരു ക്ഷേത്രമാണ് കിഴക്കൊമ്പുകാവ് ദേവീക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നമുക്കറിയാം. ഒരു ദേശത്തെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഘടകങ്ങൾ ഒട്ടേറെയുണ്ട്. ഭൂമിശാസ്ത്രവും പ്രകൃതിയുടെ ഘടനയും അവയിൽ മുഖ്യമായി പങ്കുവഹിക്കുന്നു. ഒരു സംഘം മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ, അഭിരുചികൾ, ആത്മീയത, വിശ്വാസങ്ങൾ, മനോഭാവം, ദർശനം, കല, സൗന്ദര്യബോധം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു ദേശത്തിന്റെ സംസ്കാരം. ഏതാണ്ട് 10,000 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ പ്രത്യേക ആരാധനാ സമ്പ്രദായം നിലനിന്നിരുന്നു. പിന്നീട് ദേവതാ സങ്കല്പങ്ങളും തൊട്ടു പിന്നാലെ വിഗ്രഹാരാധനയും നിലവിൽ വന്നു. അതിനെ തുടർന്ന് വിശ്വാസാധിഷ്ഠിതമായ ഒരു സംസ്കാരമുണ്ടായി. അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമെന്നോണം വേറിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളാണ് കൂത്താട്ടുകുളം, പിറവം എന്നീ ദേശങ്ങൾ. അത്തരത്തിൽ വളരെ മനോഹരമാണ് സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം കൊണ്ട് തിളങ്ങി വിളങ്ങുന്ന ഈ കിഴക്കൊമ്പുകാവ്. മഴയുള്ള സമയങ്ങളിൽ വെള്ളത്താൽ ചുറ്റപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം ഇതാണ്. പണ്ടുകാലത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഒരു പ്രമുഖ മനയിലെ കാരണവർ കൊടുങ്ങല്ലൂരമ്മയുടെ തീവ്ര ഭക്തനായിരുന്നു. പ്രായമായപ്പോൾ അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂർ വരെ പോയി തൊഴാൻ കഴിയാതെ വരികയും അദ്ദേഹം കണ്ണീരോടെ ദേവിയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭക്തന്റെ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ ദേവി അദ്ദേഹത്തിന്റെ കുടയിൽ ആവാഹിച്ചു കൂടെ പോരുകയും പിന്നീട് കാവിൽ വന്ന് കുടികൊള്ളുകയും ചെയ്തു എന്നാണ് വിശ്വാസം. മഴക്കാലത്ത് ഈ കാവ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്നതിന് പിന്നിൽ ഭക്തർ വിശ്വസിക്കുന്ന ഒരു പ്രധാന ഐതിഹ്യമുണ്ട്. വർഷത്തിൽ ഒരിക്കൽ പെയ്യുന്ന മഴവെള്ളം ക്ഷേത്രമുറ്റത്തുയർന്ന് ശ്രീകോവിലിനുള്ളിലെ ദേവീ വിഗ്രഹത്തിന്റെ പാദങ്ങളിൽ സ്പർശിച്ചൊഴുകുമ്പോൾ അത് ദേവിയുടെ സ്വയംഭൂവായ ആറാട്ടായി ഭക്തർ കണക്കാക്കുന്നു. ഈ സമയത്ത് പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന പുണ്യമുഹൂർത്തമായാണ് നാട്ടുകാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കിഴക്കൊമ്പുകാവിന്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത് വർഷകാലത്താണ്. അടുത്തുള്ള തോട്ടിൽ നിന്നും വെള്ളം കയറി ക്ഷേത്രം ചുറ്റും വെള്ളത്താൽ മൂടപ്പെടും. ഇതുപോലെ വർഷം മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമുള്ളത് പാലക്കാട് മലപ്പുറം അതിർത്തിക്ക് സമീപമുള്ള പുത്തൂരിലാണ്. നീർപത്തൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ ശ്രീകോവിലിനുള്ളിൽ വർഷം മുഴുവൻ വെള്ളമുണ്ടാകും. ഭക്തർ പലപ്പോഴും വെള്ളത്തിലൂടെ നടന്നാണ് ദർശനം നടത്താറ്. എന്നാൽ കിഴക്കൊമ്പുകാവിൽ മഴയുള്ള സമയത്ത് മാത്രമേ വെള്ളം വന്ന് നിറയൂ. അയ്യപ്പൻ, നാഗങ്ങൾ എന്നിവരാണ് ഇവിടെ ഉപദേവന്മാർ. എല്ലാ വർഷവും തൂക്കം നടക്കുന്ന തറയാണിത്. തൂക്കത്തിന്റെ സമയമാകുമ്പോൾ ഇവിടെയെല്ലാം തെളിച്ച് വൃത്തിയാക്കി ആ ചടങ്ങ് നടത്തും. പരമ്പരാഗത ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഭൂമിയുടെ കാന്തിക വൈദ്യുതി തരംഗങ്ങൾ ഏറ്റവും കൂടുതലായി കേന്ദ്രീകരിക്കുന്ന ഇടങ്ങളിലാണ്. നഗ്നപാതരായി ക്ഷേത്രത്തിൽ വലം വയ്ക്കുന്നതും ഈ പോസിറ്റീവ് ചാർജ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. ഈശ്വരവിശ്വാസം എല്ലാവർക്കും ഏത് ദുർഘട സാഹചര്യത്തിലും മുന്നോട്ട് കുതിക്കാനുള്ള ആത്മവിശ്വാസവും പ്രത്യാശയും നൽകും. കിഴക്കൊമ്പ് ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഭക്തർക്ക് വലിയ മാനസികവും ആത്മീയവുമായ അനുഭൂതിയാണ് നൽകുന്നത്. ഇവിടെ ദർശനം നടത്തുന്ന ഭക്തർക്ക് രോഗശാന്തിയും ആരോഗ്യവും ശത്രുദോഷങ്ങളിൽ നിന്നുള്ള മുക്തിയും ഐശ്വര്യവും
ആഗ്രഹ സാഫല്യവും ലഭിക്കും. കിഴക്കൊമ്പ് ഭഗവതിയെ മനസ്സറിഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ചാൽ ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും വേഗത്തിൽ സാധ്യമാകുമെന്നും പ്രത്യേകിച്ച് സ്ത്രീകളുടെ മാംഗല്യ തടസ്സങ്ങൾ മാറുന്നതിനും ദീർഘസുമംഗലിമാരായിരിക്കാനും കിഴക്കൊമ്പ് കാവിലമ്മയുടെ അനുഗ്രഹത്താൽ സാധിക്കുമെന്നും പറയപ്പെടുന്നു. കൂത്താട്ടുകുളം ടൗണിൽ നിന്നും പിറവം റൂട്ടിൽ 4.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കിഴക്കൊമ്പ് കാവിൽ എത്തിച്ചേരാം. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരം 45 കിലോമീറ്റർ ആണ്. പിറവം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 19 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത്.